ദൈവത്തെ ഞാൻ എൻ്റെ കുടുംബം പോലെ, എൻ്റെ ഫാമിലി പോലെയാണ് ഞാൻ ദൈവത്തെ, എല്ലാ ദൈവങ്ങളെയും കാണുന്നത്. നിനക്ക് എന്നെ വേണ്ട, അപ്പൊ എനിക്ക് നിന്നെയും വേണ്ട. ശിവനോട് പറഞ്ഞു. ശിവനോട്. അതൊരു ഷാർപ്പ് ഇൻസിഡൻ്റ് ആയിരുന്നു. ഒരു ഇൻസിഡൻ്റ് ആയിരുന്നു എനിക്ക് നിന്റെ അടുത്ത് തന്നെ ഒരു വീട് വേണം. വാടകയ്ക്കാണല്ലോ നോക്കുന്നത്, അതിപ്പോൾ എവിടെ വേണമെങ്കിൽ നോക്കാമല്ലോ. അപ്പം അമ്പലത്തിൻ്റെ അടുത്ത് എനിക്കൊരു വീട് വേണം എന്ന് പറഞ്ഞിട്ട് 1 മാസം ഞാൻ നടന്നു. നിന്റെ അടുത്ത് വീട് വേണമെന്ന് പറഞ്ഞിട്ട് നീ എനിക്ക് വീട് തന്നില്ല. ഫ്രണ്ട് ഡോർ, ഉമ്മറത്തെ വാതിലുണ്ട്, വന്ന് ഞാൻ തുറന്നാൽ എനിക്ക് ക്ഷേത്രം കാണാം. ജീവിതത്തിൽ പലതരം കഴിവുകളുള്ള മനുഷ്യരെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഒരുപാട് കഴിവുകൾ ഇത്തരത്തിൽ ദൈവം അനുഗ്രഹിച്ച് നൽകിയിരിക്കുന്ന ഒരുപാട് വ്യക്തികൾ. മനസ്സുകൊണ്ട് ദൈവത്തോട് സംസാരിക്കുന്ന ഒരാൾ, അദ്ദേഹത്തിൻ്റെ സോള് തൊട്ട് അദ്ദേഹം നടത്തുന്ന പ്രവചനങ്ങൾ. ഇന്ന് അബാക് മീഡിയയിൽ അതിഥിയായുള്ളത് രാജേന്ദ്രൻ നടരാജനാണ്, കൽപ്പാത്തിയിൽ നിന്നുള്ള. നമസ്കാരം സർ. നമസ്കാരം. താങ്കൾ നിരന്തരം കൃഷ്ണ ഭഗവാനുമായും ശിവനുമായും ഒക്കെ നിരന്തരം നമ്മൾ വീട്ടിൽ അച്ഛനോടും അമ്മയോടും ഒക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് പോലെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു എന്ന് പറയുന്നു. എങ്ങനെയാണ് ഇത്തരത്തിൽ സാധിക്കുന്നത്? അതായത് എൻ്റെ മനസ്സിലുള്ളത് തന്നെ വേറൊരാളെ പോലെയല്ല ഞാൻ ദൈവത്തെ കാണുന്നത്. ദൈവത്തെ ഞാൻ എൻ്റെ കുടുംബം പോലെ, എൻ്റെ ഫാമിലി പോലെയാണ് ഞാൻ ദൈവത്തെ, എല്ലാ ദൈവങ്ങളെയും കാണുന്നത്. അപ്പോൾ ഇത് ആദ്യം സംഭവിച്ചത് എൻ്റെ മദറിന്, എൻ്റെ അമ്മയെ പുതിയതായിട്ട് ഞങ്ങളുടെ ബാക്ക് സൈഡിൽ വീട് വാങ്ങിയവർ വഴക്കിടാൻ വന്നപ്പോൾ സംഭവിച്ചാണ് ആദ്യം. ഒരു 20 വയസ്സുണ്ടാവും ആ സമയത്ത്. അപ്പം എനിക്കത് ഇഷ്ടപ്പെട്ടില്ല. ഞങ്ങൾ പൊതുവെ അങ്ങനെ വഴക്കിനൊന്നും പോകാത്ത ആൾക്കാർ, അങ്ങോട്ട് വിട്ടുകൊടുക്കുന്ന ആൾക്കാർ. അപ്പോൾ അവർ വീട് വാങ്ങിയിട്ട് ഒരു 2-3 മാസമേ ആയിട്ടുള്ളൂ. അപ്പോൾ അവർ വഴക്കിന് വന്നപ്പോൾ ഞാൻ അവിടെ വടക്കന്തര ഭഗവതി എന്നൊരു ക്ഷേത്രമുണ്ട് ഞങ്ങൾ, ആ സൈഡിലേക്ക് തിരിഞ്ഞ് നിന്നിട്ട്, ഭഗവതി ഇത് നമുക്ക് ബുദ്ധിമുട്ടാണല്ലോ, എങ്ങനെയെങ്കിലും ഞങ്ങൾക്ക് ഒഴിവാക്കി തരണം എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു. അത്ര തന്നെ. അതൊരു 2-3 മാസം കഴിയുമ്പോഴേക്കും അവർ ആ വീട് വിറ്റിട്ട് പോയി. അതാണ് എൻ്റെ ശരിക്കും പറഞ്ഞാൽ ഓർമ്മയിലുള്ള ആദ്യത്തെ ഇൻസിഡൻറ്റ്. അത് കഴിഞ്ഞ് പല സംഭവങ്ങളിലും ഞാൻ അറിയാതെ ചെയ്യുന്നതാണ്, അറിഞ്ഞ് പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞിട്ട് ചെയ്യുന്നതൊന്നുമല്ല. അല്ല, ആ സിറ്റുവേഷനിൽ ഞാനറിയാതെ വരുന്ന കാര്യങ്ങളാണ് നടന്നതെല്ലാം. അതായത് കോഴിക്കോട് താമസിച്ചിരുന്ന സമയത്ത് പാലക്കാട്ടിൽ രഥോത്സവം, കൽപ്പാത്തി രഥോത്സവം ഞങ്ങളുടെ വീടിൻ്റെ തൊട്ടടുത്താണ് നടക്കുന്നത്. അവിടേക്ക് ഞങ്ങൾക്ക് പോകാൻ എൻ്റെ കയ്യിൽ പൈസ ഉണ്ടായിരുന്നില്ല. അപ്പം അന്ന് ഞങ്ങളൊരു ശിവൻ്റെ അമ്പലത്തിൽ തൊഴുതിട്ട് മടങ്ങുന്ന സമയം, മടങ്ങി വരുമ്പോൾ ഞാൻ ശിവനെ നോക്കി പറഞ്ഞു, വരുമ്പോഴാണ്, ബാംഗ്ലൂരായിരുന്നു അതിന് മുമ്പ് താമസിച്ചിരുന്നത്. അവിടെ നിന്ന് പാലക്കാട് വരുന്നത് കുറച്ച് ബുദ്ധിമുട്ടാണ്, ഞങ്ങൾക്ക് രഥോത്സവത്തിന് വരാൻ പറ്റിയില്ല. പക്ഷേ കോഴിക്കോട് പറഞ്ഞത് വളരെ 150 കിലോമീറ്റർ ഉള്ളൂ, 3 മണിക്കൂർ 2.5 മണിക്കൂറിൻ്റെ വീട്ടിലേക്ക് പോകും. അപ്പം അതിനു കൂടി എന്നെ നീ സമ്മതിക്കുന്നില്ലല്ലോ വരാൻ, അപ്പം നിനക്ക് എന്നെ വേണ്ട. പരിഭവം പോലെയാണ് പറഞ്ഞത്. അതെ, പരിഭവമാണോ? പരിഭവം അല്ലല്ലോ, അതൊരു എന്താ പറയുക, മുഴുവൻ കേട്ടിട്ട് നിങ്ങൾ പറയണം അതെന്താണെന്ന്. നിനക്ക് എന്നെ വേണ്ട, അപ്പോൾ എനിക്ക് നിന്നെയും വേണ്ട. ശിവനോട് പറഞ്ഞു. നിനക്ക് എന്നെ വേണ്ട, അതുകൊണ്ട് നീ എന്നെ രഥോത്സവത്തിന് വിളിക്കുന്നില്ല. നിനക്ക് എന്നെ വേണമെങ്കിൽ എനിക്ക് നിന്നെയും വേണ്ട. ഇത്രയേ ഉള്ളൂ. ഇത്രയും പറഞ്ഞിട്ട് ഞാൻ വീട്ടിലേക്ക് പോയി. അന്ന് രാത്രി ഒരു 10 മണിക്ക്, അതേ ദിവസം രാത്രി ഒരു 10 മണിക്ക്, ഇത് നടക്കുന്നത് 7-8 മണിക്കാണ് രാത്രി. 10 മണിക്ക് എന്നെ വിളിച്ചിട്ട് ബാംഗ്ലൂരിൽ നിന്നൊരു കോൾ വന്നു, ഫ്രണ്ടിൻ്റെ. രാജേട്ടാ, 6000 രൂപ പൈസ ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഒരു 6000 രൂപ ആക്കിയിട്ട് വെച്ചു. ഓക്കെ പ്ലീസ് സെൻഡ് എന്ന് പറഞ്ഞു. ആ പൈസ വന്നു. ഞങ്ങൾ പിറ്റേ ദിവസം പുറപ്പെട്ട് രഥോത്സവം പോയി കണ്ടിട്ട് വന്നു. അതൊരു ഷാർപ്പ് ഒരു ഇൻസിഡൻ്റ് ആയിരുന്നു എനിക്ക്. എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ പോകണമെന്ന് ഭയങ്കരമായിട്ട് ആഗ്രഹിച്ചൊരു സംഗതി മൂപ്പരോട് ഞാൻ ഇങ്ങനെ അവതരിപ്പിച്ചത്, എന്നിട്ടും എനിക്ക് നടത്തി തന്നു ആ സംഗതി. സോ ദാറ്റ് വാസ് ദ ഫസ്റ്റ് ഇൻസിഡൻസ് വിത്ത് ശിവ. അതാണ് ആദ്യം ശിവനായിട്ടുള്ള പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ഇൻസിഡൻറ്റ്. അത് കഴിഞ്ഞ് അതേ കോഴിക്കോട്ടിൽ ഞങ്ങളൊരു വാടകയ്ക്ക് വീട് നോക്കുകയായിരുന്നു. അതുവരെ റിലേറ്റീവിൻ്റെ വീട്ടിലാണ് താമസിച്ചിരുന്നത്. വാടകയ്ക്കൊരു വീട് നോക്കുകയായിരുന്നു. കോഴിക്കോട്ടിൽ കോട്ടൂളി എന്ന് പറഞ്ഞ സ്ഥലത്ത് മാലാടത്ത് ക്ഷേത്രം എന്ന് പറഞ്ഞൊരു ക്ഷേത്രമുണ്ട്, ശിവക്ഷേത്രമാണ്. ഭഗവതിയുണ്ട്, ശിവനുമുണ്ട്. ആ ക്ഷേത്രം എനിക്ക് അതിൻ്റെ ചുറ്റുപാടൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ക്ഷേത്രത്തിനകത്തെ ചുറ്റുപാടൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എന്തുകൊണ്ടും ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഞാൻ അവിടെ പ്രാർത്ഥിച്ചു.
അതിൻ്റെ തൊട്ടടുത്ത് എൻ്റെ സിസ്റ്ററുടെ വീടുണ്ട്, കസിൻ സിസ്റ്ററുടെ വീട്. അപ്പോൾ അവിടെ പോകുമ്പോൾ ഇവിടെയും പോകും. എനിക്ക് നിൻ്റെ അടുത്ത് തന്നെ ഒരു വീട് വേണം, വാടകയ്ക്കാണല്ലോ നോക്കണത്, അതിപ്പോൾ എവിടെ വേണമെങ്കിൽ നോക്കാമല്ലോ. അപ്പം അമ്പലത്തിൻ്റെ അടുത്ത് എനിക്കൊരു വീട് വേണം എന്ന് പറഞ്ഞിട്ട് ഒരു മാസം ഞങ്ങൾ ട്രൈ ചെയ്തു. ഒരു മാസം ട്രൈ ചെയ്തിട്ട് ഞങ്ങൾക്ക് വീട് കിട്ടിയില്ല. ഒരു 4-5 കിലോമീറ്റർ അപ്പുറത്ത് പോയിട്ട് ഒരു വീടെടുത്തു. ഞങ്ങൾക്ക് മാറേണ്ട സിറ്റുവേഷനാണ്. അപ്പോൾ വീടെടുത്തിട്ട് കസിൻ സിസ്റ്ററുടെ വീട്ടിലേക്ക് പിറ്റേ ദിവസം അന്ന് വന്നപ്പം അമ്പലത്തിൽ പോയി അന്ന് പറഞ്ഞ അതേപോലെ തന്നെ ഒരു മാസം ഞാൻ നടന്നു, നിൻ്റെ അടുത്ത് വീട് വേണമെന്ന് പറഞ്ഞിട്ട്. നീ എനിക്ക് വീട് തന്നില്ല, ഇനി നീ വീട് തന്നാൽ ഞാൻ വരില്ല. ശിവനോട് പറയണം. ഇതന്നെയാണ്, എക്സാജറേഷൻ ഒന്നുമില്ല. അത് നമ്മൾ സങ്കടത്തിലാണ് പറയണത്. പക്ഷേ ഇത് സങ്കടത്തിലാണ് പറയണത്. കാരണം ഞാൻ വീട് വേണം പറഞ്ഞിട്ട് നീ തന്നില്ലല്ലോ. അപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായി. എപ്പോഴെപ്പോഴും കാണണം പറഞ്ഞിട്ടാണല്ലോ നമ്മൾ ഇവിടെ വേണം പറഞ്ഞത് വീട്. ഇനി നീ വീട് തന്നാലും, ഞാൻ വളരെ ദൂരെ വീട് എടുത്തു കഴിഞ്ഞു, ഓൾറെഡി അഡ്വാൻസും കൊടുത്തു, എല്ലാം ചെയ്തു. ഇനി നീ വീട് തന്നാൽ ഞാൻ വരില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ തിരിച്ചു പോയി. അത്ര തന്നെ. ആ വീട്ടിൽ താമസം മാറിയിട്ടില്ല. ഒരു 10 സെൻറ്റിനുള്ളിൽ കസിൻ സിസ്റ്റർ വിളിച്ചു, അമ്പലത്തിൻ്റെ തൊട്ടടുത്ത് ഇരിക്കുന്ന കുട്ടിയാണ്, വിളിച്ചു, രാജേട്ടൻ ഇങ്ങനെ ഒരു വീട് വന്നിട്ടുണ്ട് ഇവിടെ, ഒന്ന് വന്ന് നോക്കണോ ചോദിച്ചു. ലീസിനാണ്, വന്ന് നോക്കണോ ചോദിച്ചു. ശരി, പോയി നോക്കി. ഫസ്റ്റ് ഫ്ലോറാണ്. പൊതുവേ ഫസ്റ്റ് ഫ്ലോർ ഇഷ്ടപ്പെടാത്ത ആളാണ് ഞാൻ. ഗ്രൗണ്ട് ഫ്ലോർ വേണം, കാരണം നമ്മൾ ലഗേജൊക്കെ കൊണ്ടുവരുമ്പോൾ ഈസി ആയിട്ട് കയറാമെന്ന് പറഞ്ഞിട്ട്, ശരി നമുക്ക് ഫസ്റ്റ് ഫ്ലോർ ആണെങ്കിൽ ഫസ്റ്റ് ഫ്ലോർ അമ്പലത്തിൻ്റെ അടുത്ത് കിട്ടണമല്ലോ പറഞ്ഞ് മറ്റേ വീട് ഞങ്ങൾ ക്യാൻസൽ ചെയ്ത് അഡ്വാൻസ് തിരിച്ച് വാങ്ങി. ഒരു മാസത്തെ റെൻറ്റും കൊടുത്തു. 8,000 സംതിങ് വി പെയ്ഡ് ആൻഡ് വി ടുക്ക് ദിസ് ഹൗസ്. ഈ വീട് ഫസ്റ്റ് ഫ്ലോറിൽ എടുത്തു. ആ വീട് എടുത്തതിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഫ്രണ്ട് ഡോർ, ഉമ്മറത്തെ വാതിലുണ്ടല്ലോ, വന്ന് ഞാൻ തുറന്നാൽ എനിക്ക് ക്ഷേത്രം കാണാം. അവിടെ നിന്ന് എനിക്ക് ശിവനെ തൊടാം. ക്ഷേത്രത്തിൽ ആര് നടന്നു പോകണു അതടക്കം കാണാം. അത്രയ്ക്കും എന്താ കാരണം തന്നെ എൻ്റെ ഫസ്റ്റ് ഫ്ലോറാണ്. ഗ്രൗണ്ട് ഫ്ലോർ പ്രിഫർ ചെയ്യുന്ന ഞാൻ ഫസ്റ്റ് ഫ്ലോറിലേക്ക് പോകേണ്ടി വന്നു. എൻ്റെ എപ്പോൾ മെയിൻ ഡോർ തുറന്നാലും എനിക്ക് ശിവൻ്റെ അമ്പലം കാണാം. ബിക്കോസ് ഫ്രണ്ടിലുള്ള വീട് വന്നിട്ട് ടൈൽഡ് ഹൗസാണ്, ഒരു ഫ്ലോറേ ഉള്ളൂ. അപ്പോൾ എനിക്ക് മറക്കില്ല, ഞാൻ ഫസ്റ്റ് ഫ്ലോർ ആയതുകൊണ്ട്. അപ്പോഴവിടെ ഒരു ചോദ്യമില്ലേ, ഇപ്പം പറയാം, പൗലോ കൊയ്ലോയുടെ ആൽക്കമിസ്റ്റ് എന്ന് പറയുന്ന പുസ്തകത്തിൽ പറയുന്നുണ്ട്, ഒരു കാര്യത്തെപ്പറ്റി നമ്മൾ ആഗ്രഹിക്കുകയാണെങ്കിൽ ഈ ബാക്കിയുള്ള സറൗണ്ടിങ്സും പ്രപഞ്ചവും മൊത്തവും നമ്മുടെ ഒപ്പം നിൽക്കും. അതൊരു പ്രപഞ്ച ശക്തിയാണ് എന്ന് പറയുന്നത്. അപ്പം ഈ അതിൽ മനുഷ്യൻ്റെ പ്രയത്നം, അതായത് രാജേന്ദ്രൻ സാർ എന്ന താങ്കൾ ചെയ്ത മനുഷ്യ പ്രയത്നം ഒരു ഘട്ടത്തിലുണ്ട്. അതെങ്ങനെ ഒരു ദൈവികമായി കൺവേർട്ട് ആയെന്നുള്ളതാണ് ചോദ്യം. ഓക്കെ, ഇറ്റ്സ് നൈസ് ക്വസ്റ്റ്യൻ, നല്ല ചോദ്യം. ആദ്യം ദൈവം എന്താണെന്ന് അറിയണ്ടേ? വേണ്ടേ? ഹൂ ആർ യു? നിങ്ങൾ ആരാണ്? യു ഹാവ് എനി ആൻസർ? ഹൗ ഡിഡ് യു കം ടു ദിസ് യൂണിവേഴ്സ്? വൈ ഡിഡ് യു കം ടു ദിസ് യൂണിവേഴ്സ്? നിങ്ങൾ എന്തിനു വന്നു? യു ഹാവ് എനി ആൻസർ? Why did you come to your parents? You have any answer? So who decides? I decide. Who am I? The so-called God. ഞാനല്ല, പറയാ. He decides. When he decides, nothing can stand in front of us. ഒന്നും നിൽക്കാൻ പറ്റില്ല. മൂപ്പര് വിചാരിച്ചു കഴിഞ്ഞാൽ, ദൈവം വിചാരിച്ചാൽ അവിടെ വേറെ ഒന്നിനും തടസ്സങ്ങളില്ല. ദൈവം തന്നെയാണ് വിചാരിക്കുന്നത്. നമ്മൾ പറയും വേണമെങ്കിൽ ആ സമയത്ത് നിനക്ക് കോൺസെൻട്രേഷനായി, നീ അങ്ങനെ ചെയ്തു ഇങ്ങനെ. അതൊരു നോർമൽ മനുഷ്യൻ്റെ ഒരു ഇതാണ്. ഏതാ പ്രപഞ്ചം എന്നൊക്കെ പറയും. വാട്ട് ഈസ് ദിസ് പ്രപഞ്ചം? ഇത് എന്താണ്? പ്രപഞ്ചത്തിന് ആരാ കൺട്രോൾ ചെയ്യുന്നത്? യു നോ ഹു ഇസ് ദ മാസ്റ്റർ? യു ഡോണ്ട് നോ. വെറുതെ നമ്മൾ കാരണം ഇവിടെ ഉണ്ട്, അതുണ്ട്, പഞ്ചഭൂതങ്ങളാണ്, നവഗ്രഹങ്ങളുണ്ട്, ഇതൊക്കെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഇതൊക്കെ ഉണ്ടെങ്കിൽ അപ്പോൾ അതിനൊരു കൺട്രോളർ വേണ്ടേ? നിങ്ങൾക്കൊരു മെയിൻ സ്വിച്ച് വേണ്ടേ? ഈ ലൈറ്റ് കത്തുന്നുണ്ട്, ആ ബൾബ് കത്തുന്നുണ്ട്, ആ ക്യാമറ ഓടുന്നുണ്ട്, ഈ ക്യാമറ ഓടുന്നുണ്ട്, എങ്ങനെ ഓടും? വെറുതെ എല്ലാം നിന്നാൽ ഓടുമോ? യു ഹാവ് സം കൺട്രോൾസ്, മാസ്റ്റർ കൺട്രോൾസ് ഉണ്ടോ ഇല്ലയോ? അറിയോ? അത് നമുക്ക് സയൻസുമായിട്ടും ഇലക്ട്രോണിക്സുമായും കൂടി. വാട്ട് ഈസ് സയൻസ്? ഹൂ ഗേവ് യു ദ സയൻസ്? സയൻസ് നിങ്ങൾക്ക് ആർക്കാ പറഞ്ഞു തന്നത്? ആരാ പറഞ്ഞു തന്നത് സയൻസിനെ? നമ്മളൊക്കെ ജനിക്കുമ്പോൾ സയൻസും കൊണ്ട് വന്നു. അതെ, പറയൂ. നമ്മൾ ജനിക്കുന്നത് പോലും ഒരു സയൻസ് അല്ലേ? അപ്പോൾ അതുകൊണ്ട് അത് സയൻസ് ആണെന്ന് ആരാ നിങ്ങൾക്ക് പറഞ്ഞു തന്നാണ് ഞാൻ ചോദിക്കണത്. അത് ദൈവം പറഞ്ഞു തന്നിട്ട് കിട്ടുന്നതാ. ഇത്രയും ഡെവലപ്ഡ് ആണല്ലോ അല്ലേ? നിങ്ങൾക്ക് എന്ത് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നുണ്ട്? എന്തിനെ നിങ്ങൾ കൺട്രോൾ ചെയ്തു? പഞ്ചഭൂതങ്ങളുടെ എന്തെങ്കിലും നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റിയിട്ടുണ്ടോ?
പറ്റിയിട്ടുണ്ടോ? പറ്റിയിട്ടില്ല. ലോകം മൊത്തത്തെയും ഫൂളാക്കിയില്ലേ 1960-കളിൽ ചന്ദ്രനിൽ പോയി എന്ന് പറഞ്ഞിട്ട്. ഹൂ വെൻ ടു മൂൺ? ആരാ പറഞ്ഞു മൂണിൽ പോയെന്ന്? ഓക്കെ, അന്ന് പോയെന്ന് നിങ്ങൾ എഗ്രി ചെയ്തോളൂ. സയൻസാണ്, ഞങ്ങൾ ഭയങ്കര സയൻസാണ്, സോ വി വെൻ ടു മൂൺ. 40, 50, 60 കൊല്ലം എന്തായി അത് കഴിഞ്ഞിട്ട്? യു ഡെവലപ്ഡ് എ ലോട്ട്. വൈ യു ആർ നോട്ട് ഗോയിങ് നൗ? സെയിം സയൻസ് ഡെവലപ്ഡ് 1000 times. കറക്റ്റ് ഉണ്ടോ അല്ലേ? പറയൂ. ഉണ്ട്. 1000 times than 1960s. Why you are not going daily? Go. You cannot. See, നമ്മൾക്ക് അറിയാത്തതുകൊണ്ട് ഇല്ല എന്നോ അറിയാത്തതുകൊണ്ട് ആ പവർ ഇല്ല എന്നോ ഇല്ല. നിങ്ങൾക്ക് മുത്തശ്ശനോ ഗ്രാൻഡ് ഫാദറോ ഗ്രാൻഡ് പാരൻസോ 5-6 തലമുറയ്ക്കോ അവിടെ ആരും ഇല്ലയെന്ന് പറയാൻ പറ്റുമോ? They were there. They were existing. That is how your parents came. നിങ്ങളുടെ അച്ഛനും അമ്മയും എങ്ങനെ വന്നു? വെറുതെ ഒരു പൊട്ടിമുളച്ച് വന്നു? ഇല്ല. അവർക്ക് വേറെ ആരോ ജന്മം, അവർക്ക് വേറെ ജന്മം. അപ്പം ഈ കഴിവ് പോലും ഇപ്പം എനിക്ക് വന്നിട്ടുള്ള എന്തോ ചെറുതോ വലുതോ എനിക്കറിയില്ല. അത് കേൾക്കുന്നവർ ഡിസൈഡ് ചെയ്യേണ്ടതാണ്, ഞാൻ ഡിസൈഡ് ചെയ്യുന്നതല്ല. എനിക്കെന്തോ ഉണ്ടെന്ന് തോന്നി അത് ജനങ്ങളിൽ എത്തിക്കണം എന്നുള്ള അതാണ് എൻ്റെ മെയിൻ ഉദ്ദേശം. അത്രയേ ഉള്ളൂ. ബിക്കോസ് ഇത് ഒരു സംതിങ് വെരി എക്സ്ട്രാ ഓർഡിനറി എന്നാണ് ഞാൻ പറയുള്ളൂ. അത് എന്നെ വലുതാക്കി കാണിക്കാനല്ല. നോർമലായിട്ട് ഞാൻ ചുറ്റുപാടുകളൊക്കെ കാണുമ്പോൾ എനിക്ക് അങ്ങനെ തോന്നി പറയാൻ. ഐ എം കംപ്ലീറ്റ്ലി എക്സ്ട്രാ ഓർഡിനറി. ഐ എം എ കോമൺ മാൻ. ഐ എം എ വെരി നോർമൽ മാൻ. വളരെ നോർമൽ കോമൺ മാൻ. ഞാൻ ജോലി ചെയ്ത് ജീവിക്കുന്ന ആളാണ്. ഓക്കെ, ഐ എം വർക്കിംഗ് ഇൻ ചെന്നൈ ഇൻ എ പ്രൈവറ്റ് ഫേം. അപ്പം ഞാൻ ജോലി ചെയ്ത് ശമ്പളം വാങ്ങി നോർമലായിട്ട് ജീവിക്കുന്ന ഒരാളാണ്. വേറെ കൗൺസിലിങ് അങ്ങനെ ഇതുകൊണ്ട് വരുമാനം ഇതുകൊണ്ട് ഇത് ഒന്നുമില്ലാത്ത ഒരാളാണ്. ഞാൻ നോർമൽ പേഴ്സണാണ്. അവിടെ ഒരു സംശയമല്ലേ സാർ, അതായത് ഇത്തരത്തിൽ ഒരു കമ്മ്യൂണിക്കേഷൻ നടത്താൻ കഴിയുന്നു, അല്ലെങ്കിൽ കാര്യങ്ങൾ പ്രവചിക്കാൻ കഴിയുന്നു. പറയും. ഇത് തന്നെയല്ലേ ഈ പുതിയ കാലത്ത് മെൻ്റലിസ്റ്റുകളും മെൻ്റലിസവും വഴി നടത്തുന്നത്? ഓക്കെ, നിങ്ങൾ മെൻ്റലിസ്റ്റുകളൊക്കെ നടത്തി, അവരൊക്കെ എന്നെക്കാട്ടിലും വലുതാണ് വെച്ചോളൂ. ഇപ്പം ലോകത്തിലുള്ള എല്ലാ പ്രഡിക്ഷൻ പറയുന്നവരൊക്കെ എന്നെക്കാട്ടിലും വലുതാണ്. ഓക്കെ, ഐ ഹാവ് എ പ്രൂഫ്. അതിന് എൻ്റെ അടുത്ത് പ്രൂഫുണ്ട്. അതുകൊണ്ട് ആ സ്ട്രെങ്ത്തിലാണ് ഞാൻ ഇപ്പോൾ പുറത്ത് വരാൻ കാരണം. ഐ ഹാവ് എ പ്രൂഫ്. 2022 ഋഷി സുനക്ക് മത്സരിക്കണു ബ്രിട്ടൻ പ്രൈം മിനിസ്റ്ററായിട്ട്. ആ സമയത്ത് ഇന്ത്യൻ ആയതുകൊണ്ട് എനിക്ക് അത് കൂടുതൽ ഇൻട്രസ്റ്റഡായി. എന്തെങ്കിലും എനിക്ക് പ്രവചിക്കണോ പറയാനോ വേണമെങ്കിൽ എനിക്ക് എന്തെങ്കിലും എൻ്റെ സോളിനെ വന്ന് എൻ്റെ ഹൃദയത്തിനെ തട്ടണം. ഇറ്റ് ഷുഡ് ടച്ച് മൈ ഹാർട്ട് ആൻഡ് സോൾ. അപ്പോൾ അത് ടച്ച് ചെയ്യുമ്പോൾ ഞാൻ എന്തെങ്കിലും തോട്ടാണ്, അത് പ്രവചിക്കലൊന്നുമല്ല, എൻ്റെ തോട്ട് അത്രയേ ഉള്ളൂ. അത് ഞാൻ ആരെങ്കിലും പറയും, അല്ലെങ്കിൽ ഞാൻ തന്നെ വിചാരിക്കും, അത്രയേ ഉള്ളൂ. എനിക്ക് പ്രൂഫ് വേണം അങ്ങനെയുള്ള ആ തോന്നലൊന്നും ഉണ്ടായിരുന്നില്ല. അതല്ലെങ്കിൽ ഞാൻ അതിൻ്റെയൊക്കെ എങ്ങനെയെങ്കിലും ഒരു മാനിപ്പുലേറ്റ് ചെയ്തിട്ട് ഒരു പ്രൂഫ് ഉണ്ടാക്കിയിട്ടുണ്ടാവും പഴയതൊക്കെ. നമുക്ക് അങ്ങനെയൊന്നുമില്ല. അപ്പം ആ സമയത്ത് എനിക്ക് ഇൻട്രസ്റ്റ് വരാൻ കാരണം ഇന്ത്യൻ ആയതുകൊണ്ട്.